ചിലവർക്ക് കുക്കിംഗ് വളരെ എളുപ്പമായിരിക്കും, ചിലവർക്ക് ക്ലീനിങ് പണികൾ വളരെ എളുപ്പമായിരിക്കും അല്ലേ. സ്ത്രീകൾക്ക് പല പല രീതിയിലാണ്. എനിക്കെന്ന് പറയുമ്പോൾ ക്ലീനിങ് ആണ് വളരെ ബുദ്ധിമുട്ട്. കുക്കിംഗ് വളരെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുക്കള എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്താൽ അത്രയും നമ്മളുടെ പണി ഒതുങ്ങുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും ഏറ്റവും ഭയങ്കര ഒരു പണിയാണ് കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ക്ലീനിങ്. അതിന് നല്ല നല്ല ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. പൗഡർ കൊണ്ടുള്ള നല്ല 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 ടിപ്സുകളാണ് ഞാൻ ഇനിയുമുണ്ട് പറഞ്ഞു തരാനായിട്ട്. പക്ഷെ വീഡിയോ ലെങ്തി ആകുന്നുണ്ട്. വളരെ കുറച്ച് ടിപ്സുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുതേ, പൂർണ്ണമായിട്ട് കാണുക. ആദ്യം ഞാൻ ഇതുപോലെ രണ്ട് ഉളൻ നൂല് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഞാൻ സെലോ ടാപ്പിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നടുവിനെ ഇതുപോലെ കീറിയതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം രണ്ട് ഭാഗവും കൂടി ഈ ഒരു നൂലിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ല? അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും, നല്ല ഇതായിട്ട് നിൽക്കും. ഇനി നമ്മൾ മസാല പാത്രങ്ങളിൽ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അത് താഴോട്ട് പോകും. നമ്മൾ മഞ്ഞളൊക്കെ എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ പറ്റാനും അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. സ്പൂണിന് ഓട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ ഓട്ടയിലൊന്ന് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂടിയിടാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടയില്ലാത്ത ഒരു സ്പൂണാണെങ്കിൽ നിങ്ങൾ ഡബിൾ സൈഡ് ടാപ്പ് എടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് ഈ ഒരു ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് സാധാ പോലെ ചെയ്തു നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് മസാല എടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. എല്ലാവരും ചെയ്തു നോക്കുക. അടുത്തായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പെർഫ്യൂം, ബോഡി സ്പ്രേയോട് വളരെ അധികം ഇഷ്ടം ഉണ്ടാവും. അത് പെട്ടെന്ന് തീർന്നു പോകരുതെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കണല്ലേ. അപ്പോൾ ഇതുപോലെ വാസലിനിൽ കുറച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം 2-3 ഇത് അടിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് എവിടെയാണോ നല്ല സ്മെല്ല് വേണ്ടത്, നമ്മൾ കയ്യിലോ എവിടെയാണ് നമുക്ക് കഴുത്തിൻ്റെ എവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഈടും നിൽക്കും, പെട്ടെന്ന് പോകുകയില്ല. സ്പ്രേ നമുക്ക് പെട്ടെന്ന് തീരെയില്ല. അടുത്തായിട്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കത്രികയൊക്കെ പെട്ടെന്ന് മൂർച്ച പോകാനും അതിൻ്റെ പുതുമ നഷ്ടപ്പെടുവാനും അതുപോലെ ഇങ്ങനെ നമ്മൾ സ്മൂത്തായിട്ട് നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ. അപ്പോൾ ഇതൊന്ന് തേച്ച് കൊടുത്ത് നല്ലതുപോലെ ബ്രഷ് നനച്ചതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ തേച്ച് നല്ലതുപോലെ ഇത് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പുത്തനാവും. നമ്മളുടെ കത്രിക നല്ല പുത്തനാകുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല മൂർച്ചയും കിട്ടും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകില്ലേ, അതൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടില്ലേ, നേരത്തെ കത്രികയും ഇപ്പോഴത്തെ കത്രികയൊന്നും നിങ്ങൾ നോക്കിക്കുക, വെട്ടി തിളങ്ങുന്നുണ്ട്, പുത്തനായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ മൂർച്ചയും കൂടിയിട്ടുണ്ട്. ബ്രഷിൽ വളരെ കുറച്ച് വെള്ളം മാത്രം എടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ട, ഇതൊന്ന് ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടിപ്പല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ അടുക്കളയിലുള്ള സ്വിച്ച് ബോർഡായിരിക്കും ഇതുപോലെ സ്ക്രാച്ചും ഉണ്ടാവും, അതുപോലെ അഴുക്കുണ്ടാവും, മെഴുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പൗഡറും പേസ്റ്റിൻ്റെയും മിശ്രിതം ഇതുപോലെ തന്നെ നമ്മളുടെ ബ്രഷിലെടുത്തിട്ട് വെള്ളം ഒന്നും ഇതാക്കരുത്. അതിൽ നേരത്തെ ഓൾറെഡി ഉള്ള ആ ഒരു നനവല്ലാതെ വേറെ ഒന്നും നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഷോക്ക് അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സ്ക്രാച്ച് വീണതൊക്കെ നല്ലപോലെ പൗഡർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആ സ്ക്രാച്ച് വീണതൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആകാനും പേസ്റ്റ് സഹായിക്കും. അതുപോലെ പുതുമ നൽകാനായിട്ട് പൗഡറും സഹായിക്കും. അപ്പോൾ നമ്മളുടെ സ്വിച്ച് ബോർഡ് നല്ല വെട്ടി തിളങ്ങും, അതുപോലെ പുത്തനാക്കുകയും ചെയ്യും. മെഴുക്കും സ്ക്രാച്ചും എല്ലാം പോയി. കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ പറയുന്നു, വെള്ളം തൊടരുത്. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അപ്പോൾ നമ്മൾ ഇത് ടിഷ്യൂ കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാനേ പാടുള്ളൂ, ടിഷ്യൂ കൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ല കോട്ടൺ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുക. നമ്മൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മീൻ പൊരിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ആ ഗ്യാസ് അടുപ്പിൻ്റെ കോലം കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, പണികൾ ഒരു മല പോലെ തോന്നാറുണ്ട് അല്ലേ. ഇതുപോലെ വെള്ളം തൊടാതെ, അധികം വെള്ളമൊന്നും തൊടാതെ തന്നെ നല്ല ക്ലീൻ ആക്കി എടുക്കാം. കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി നല്ലതുപോലെ ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ മൂന്നിൻ്റെയും എഫക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് അറിയാലോ. തുണി കൊണ്ട് തുടക്കുന്നതിനേക്കാളും എപ്പോഴും ഗ്യാസ് അടുപ്പ് തുടക്കുന്നത് നമ്മൾ ഇതുപോലെ ഒരു സ്പോഞ്ച് കൊണ്ടാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മെഴുക്കുകൾ കളയാനും വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. നമ്മൾ തുണി കൊണ്ടാണെങ്കിൽ കുറേ പ്രാവശ്യം നമ്മൾ തുടച്ച് എടുക്കണ്ടേ. ഇതങ്ങനെയൊന്നുമില്ല. നല്ലതുപോലെ തന്നെ കുറേ വെള്ളമൊന്നും ഒഴിക്കരുത്. ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് സ്പോഞ്ച് ഇതുപോലെ എടുത്തതിന് ശേഷം കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ബേക്കിംഗ് സോഡയുടെ ഉപ്പിൻ്റെയും അതുപോലെ പൗഡറിൻ്റെ ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ബേക്കിംഗ് സോഡയൊക്കെ നല്ല ക്ലീൻ ആകും, അഴുക്കുകളെല്ലാം പോകാനും ഒക്കെ സഹായിക്കും. അതുപോലെ ഈ സ്പോഞ്ച് നമുക്ക് കഴുകിയെടുക്കാൻ വളരെ എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ബേക്കിംഗ് സോഡ ഉപ്പൊക്കെ ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു മെഴുക്കും എല്ലാം പൊയ്ക്കോളും. നമ്മൾ തുണികളാണെങ്കിൽ കുറേ പ്രാവശ്യം മീനിൻ്റെ ഒക്കെ സ്മെല്ല് പോകുകയില്ല. വളരെ ബുദ്ധിമുട്ടല്ലേ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തായിട്ട് നമ്മൾ രാത്രി കിടക്കണ സമയത്ത് പാത്രങ്ങൾ കഴുകി സിങ്കൊക്കെ തുടച്ചതിന് ശേഷം കുറച്ച് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചാൽ ഈ ഒരു ഓവിൽ നിന്നാണ് നമ്മളുടെ പ്രാണികളും പാറ്റകളും എല്ലാം വരുന്നത്. നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അതുപോലെ പാറ്റ പ്രാണികളെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഏത് പൗഡറാണുള്ളത് ആ പൗഡർ എടുക്കുക. അതിലേക്ക് രണ്ട് തുള്ളി നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ തീർന്നു എന്ന് ഉള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഒരു ശരിക്ക് കറക്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. സ്കിന്ന് ഒരു ഗ്ലോയിങ്ങും കിട്ടും. അതുപോലെ തന്നെ നല്ല ഒരു സോഫ്റ്റും ആവും കേട്ടോ. രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാവുള്ളൂ, കുറേയൊന്നും ഒഴിക്കരുത് പൗഡറിലേക്ക്. എന്നിട്ട് നമുക്ക് എവിടെയാണോ ആവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല ഗ്ലോയിങ്ങും ഒരു എന്താണ് പറയുക, നമ്മൾ മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ആകും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ്. ചെയ്ത് നോക്കുക. അതുപോലെ നമ്മളുടെ ഫർണിച്ചറിലൊക്കെ ഇതുപോലെ സ്ക്രാച്ചൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കളയാനായിട്ട് ഈ ഒരു വെളിച്ചെണ്ണൻ്റെയും പൗഡറിൻ്റെയും മിശ്രിതം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആ ഒരു പാട് പോയി നല്ല രീതിയിൽ തന്നെ ആ ഒരു പഴയ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു ചെറിയ സ്ഥലമൊക്കെ ആണെങ്കിൽ അത് കാണുമ്പോൾ ഒരു അഭംഗിയല്ലേ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. കണ്ടില്ലേ. അടുത്തായിട്ട് നമ്മളൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ടിഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല ഉണങ്ങിയ കോട്ടൺ തുണി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഈവണായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക. നമ്മൾ എണ്ണക്കുപ്പികൾ ഉപയോഗിക്കുമ്പോൾ പല പ്രാവശ്യം നമ്മൾ കയ്യിൽ നിന്ന് തെന്നി പോകാറുണ്ട്. നമ്മൾ എത്ര തുടച്ചാലും നമ്മൾ നനഞ്ഞ തുണികൾ കൊണ്ട് തുടച്ചാൽ ഒന്നും കൂടെ വഴുവഴുപ്പ് കൂടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പൗഡർ കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ആ ഒരു വഴുവഴുപ്പ് പോകാനും എണ്ണമയം പോകാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതുപോലെ നിലത്ത് നമ്മളുടെ എണ്ണ വീണാലും നിങ്ങൾ ഇതേപോലെ തന്നെ പൗഡർ ഇട്ട് കൊടുത്ത് ടിഷ്യൂ കൊണ്ട് തുടച്ചെടുത്താൽ വളരെ എളുപ്പത്തിൽ ആ നിലം ക്ലീനായി കിട്ടും. നമുക്ക് കുറേ പ്രാവശ്യമൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അതുപോലെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. മുട്ട പൊട്ടി വീണാലും നമുക്ക് ഈ ഒരു പൗഡർ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ കുറേ ടിപ്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. വളരെ എളുപ്പത്തിൽ വളരെ നല്ല ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വരാം നെക്സ്റ്റ് ടൈം. താങ്ക്സ് ഫോർ വാച്ചിങ്.